അല്ലിയുടെ മരണത്തിൽ ചന്ദ്രുവിനും പങ്കുള്ളതായി മനസ്സിന് സംശയം. ചന്ദ്രുവിന്റെ വരവിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെന്ന് സീത. മയിൽ രവിക്ക് പണം കൊടുത്ത കാര്യം മതികല കണ്ടുപിടിക്കുന്നു. മതികല മയിലിന്റെ വീട്ടിലെത്തി പണം മയിലിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. നകുലന്റെ നിർബന്ധത്തിന് വഴങ്ങി സീതയുടെ വീട്ടിലെത്തുന്ന ബാലൻ സീതയുമായി വഴക്കുണ്ടാക്കി പൂജ മുടക്കുന്നു. സീത ബാലനെ ചതുക്കുകയാണെന്ന് മതികല ബാലനോട് പറയുന്നു. വയലോരം വീട്ടിൽ തിരികെ എത്തുന്ന സീതയും ബാലനും തമ്മിൽ വഴക്കുണ്ടാകുന്നു. വഴക്കിനിടെ ബോധം കെടുന്ന സീതയെ ആശുപത്രിയിലാക്കുന്നു. സീതയുടെ ജാതകദോഷത്തിന്റെ കാര്യം നകുലൻ ബാലനോട് പറയുന്നു. കുട്ടിമണിയെ വീഴ്ത്താൻ ഊഞ്ഞാലിന്റെ കയർ മുറിക്കുന്ന മതികല. ഇതറിയാതെ കുട്ടിമണി ഊഞ്ഞാലാടുന്നു. വരുമോ നീ ഓണക്കിളിയേ വരുമോ നീ ഊഞ്ഞാലാടാൻ വരുമോ നീ. കുട്ടിമണി കുട്ടു 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 എന്താ പറ്റിയേ? നീ ആരോട് ചോദിച്ചിട്ടാ ഊഞ്ഞാലിനടുത്തേക്ക് വന്നേ? കുട്ടു ദൈവമേ കുട്ടു കുട്ടു കണ്ണു തുറക്കു കുട്ടു 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 കണ്ണു തുറക്കു കുട്ടു. മതി, എങ്ങനെ കുട്ടിമണി വീണത്? ആ അതെ, എനിക്കെങ്ങനെ അറിയാം? അവള് പോയി ഊഞ്ഞാലിരുന്ന് ആടിക്കാണും, തലയും തല്ലി വീണ് കാണും. ഊഞ്ഞാല് പൊട്ടിയാ കുട്ടിമണി വീണത്, അതെനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. നീ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കാതെ അവളെ എടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ഗർഭിണി പെണ്ണാ, ഇല്ലെങ്കിൽ അമ്മയും ചാവും മോളും ചാവും. കുട്ടു മതി മതി, വണ്ടിയുടെ താക്കോലും തരൂ. മതി, ആ കളി വേണ്ട. നിന്റെ ഭാര്യ ആശുപത്രി കൊണ്ടുപോകണമെങ്കിലേ വേറെ വണ്ടി നോക്കിക്കോ. മതി, പക തീർക്കാനുള്ള സമയമല്ല. മതി, പ്ലീസ് മതി. നിന്നോട് എന്ത് പക വീട്ടാനാ? ഒന്ന് പോടാ അവിടുന്ന്. താക്കോല് തരാനേ മനസ്സില്ല. മതി കുട്ടു 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 മതി മതി. ആ താക്കോലിങ് തരാനാ പറഞ്ഞത്. കുട്ടിമണി ആശുപത്രി കൊണ്ടുപോവാനാ. എന്റെ ദേഹത്ത് തൊടുന്നോടാ. വലിയ വെള്ളത്തിലെടുത്ത നിന്റെ ഭാര്യ അവിടെ കിടന്ന് ചാവും. അവളുടെ അവസാനത്തെ ശ്വാസം പോകുന്നത് മതികല അടുത്ത് വന്ന് നിന്ന് കാണും. മതി, എന്നോടുള്ള വൈരാഗ്യം നീ കുട്ടിമണിയോട് കാണിക്കരുത്, ഞങ്ങളുടെ കുഞ്ഞിനോട് കാണിക്കരുത്. ദൈവം ഏത് ആ താക്കോലിങ് താ, ഞാൻ കാല് പിടിക്കാം. മതി, വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ. നീ കരയുന്നോ? നീ കരയുന്നോടാ? എന്നെ ചതിച്ച് നീ പ്രണയിച്ചവളാ ആ മരച്ചോട്ടിലെ ശവം പോലെ കിടക്കുന്നത്. നിന്റെ കുട്ടു, നിന്റെ കുഞ്ഞിന്റെ അമ്മ. നമുക്ക് ഒന്നിച്ചെന്ന് അവളുടെ മരണം കാണാടാ. മതി, പ്ലീസ് പ്ലീസ് മതി. സംസാരിച്ച് നിൽക്കാനോ വെല്ലുവിളിക്കാനോ എന്റെ അടുത്ത് നേരമില്ല. ഞാൻ കാലും പിടിക്കാന്നല്ലേ? മതിയടാ, എനിക്ക് ഇത്രയും മതി. മാണിക്യമംഗലത്ത് മതികലയുടെ കാല് നീ പിടിക്കാന്ന് പറഞ്ഞല്ലോ, അത് മതി എനിക്ക്. വേണമെങ്കിൽ എനിക്ക് നിന്റെ മറ്റവള് ചാവുന്നത് കണ്ടോണ്ട് ഇവിടെ നിൽക്കാം. നിന്റെ പരക്കം പാച്ചിലും ആദിയും വെപ്രാളവും ഒക്കെ ആസ്വദിക്കാം. കുട്ടിമണിയെ മുമ്പിൽ നിർത്തി നമ്മൾ തുടങ്ങിയ കളിക്ക് കർട്ടൻ വീഴുന്നത് നമുക്ക് ഒന്നിച്ച് നിന്ന് കാണാം. ഇല്ല, ഞാനത് ചെയ്യുന്നില്ല. നീ എന്റെ മുമ്പിൽ കുമ്പിട്ടല്ലോ, എനിക്കത് മതി. ദാ എന്റെ ഭിക്ഷ, എന്റെ ഔദാര്യമാ നിന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവിതം. കുട്ടു കുട്ടു കുട്ടു
സുവർണേ, എന്റെ പ്ലാൻ വിജയിച്ചു. എന്റെ കെണിയിൽ കുട്ടിമണിയും മനസ്സിജനും വീണു. എന്റെ കാറിൽ തന്നെ അവര് വരുന്നുണ്ട്. ഉവ്വ്, നമ്മുടെ ആശുപത്രിയിലേക്ക് തന്നെ വരും. അവിടെയല്ലേ അവളെ കാണിക്കുന്നത്. നീ മുംതാസ് ഡോക്ടറെയും കൂട്ടി പോർച്ചിൽ തന്നെ നിന്നു. ശരി. നിങ്ങൾ ഞാൻ പറയുന്നത് ആദ്യം അനുസരിക്ക്. മരുന്നുകൾ ശരീരത്തിൽ പൊരുത്തപ്പെട്ടു വരാൻ കുറച്ച് സമയമെടുക്കും. അല്ലാതെ ആശുപത്രിയിൽ വന്ന ഉടനെ രോഗം നുള്ളിയെടുത്ത് കളയാനുള്ള മെഷീനൊന്നും ഇവിടെ ഇല്ല. ഡോക്ടർ, ഒരു മിനിറ്റ്, ഒരല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങ് വന്നോളാം. എന്താ സുവർണേ? അത് പിന്നെ ഡോക്ടർ, എന്താ പറയേ? മതികല മാഡം വിളിച്ചിരുന്നു. എന്നിട്ട് കുട്ടിമണി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇത്ര പെട്ടെന്നോ? മതികല മാഡം ഇതെങ്ങനെ സാധിച്ചു? കുട്ടിമണിയോട് ആശുപത്രി പോകാൻ പറഞ്ഞു? അതൊന്നുമല്ല, അവിടെ എന്തോ പ്ലേ മാഡം നടത്തിയിട്ടുണ്ട്. കുട്ടിമണിയെ ഇവിടെ എത്തിക്കേണ്ട എന്തോ ഒരു സംഭവം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മതികല മാഡത്തിന്റെ കാറിൽ തന്നെയാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മളും പോർച്ചിൽ നിൽക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. വരുന്ന പേഷ്യന്റ് എന്റെ അണ്ടറിലായിരിക്കണം. അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. കുട്ടിമണിയെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ഒരു നോർമൽ ചെക്കപ്പിന് ശേഷം ലേബർ റൂമിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ സിസേറിയൻ ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ? ഓക്കെ ഡോക്ടർ. മതികല മാഡം പിന്നാലെ വരും. സുവർണേ, നിന്റെ മാഡത്തിനോട് പറയും മുന്താസ് ഇത് ആദ്യമായിട്ടല്ലാന്ന്. ഒരു കാര്യം ഈ മുന്താസ് ഏറ്റാൽ അത് നടത്തിയിരിക്കും. സുവർണ പോർച്ചിൽ തന്നെ കാണണം. ആ വണ്ടി വരുമ്പോ നീ തന്നെ അറ്റൻഡ് ചെയ്യണം. വേറെ ആരും ഇടയ്ക്ക് കയറി കുഴപ്പിക്കരുത്. ഇല്ല, ഡോക്ടറോടെ ഉണ്ടായാൽ നന്നായി. ഞാൻ വന്നോളാം, താൻ പൊയ്ക്കോ. ശരി ഡോക്ടർ. മാഡത്തിന്റെ വണ്ടി എവിടെ? എന്റെ വണ്ടിക്ക് ഞാൻ വേറെ ഡ്യൂട്ടി കൊടുത്തു. കുട്ടിമണിയും കൊണ്ട് ആശുപത്രി പോവാൻ. കുട്ടിമണിയും കൊണ്ട് ആശുപത്രി പോവാനോ? എന്താ സംഭവിച്ചേ? സംഭവിക്കാനുള്ളത് അതിന്റെ നേരത്തെ സംഭവിച്ചു. അത് അങ്ങനെ തന്നെ ആണല്ലോ. ഊഞ്ഞാലിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് അവളുടെ സ്നേഹസമ്പന്നനായ ഭർത്താവ് അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഊഞ്ഞാലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നോ? അത് കൊള്ളാം. വീണതല്ല, വീഴ്ത്തിയതാ. അവൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇനി ബാക്കി ചെയ്യേണ്ടത് നീയാണ്. നീയും സുവർണയും ഡോക്ടറും പൈതൽ മേരിയും ഗീവർഗീസും. നമ്മുടെ ഈ ഹോസ്പിറ്റൽ സിൻഡിക്കേറ്റ് നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ മതി ജയിക്കും. അവള് ജയിക്കാനാ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയത്. അല്ല ചന്ദ്രുഭായി, ഭായിയുടെ കൂടെയുള്ളവരെ കൂടി എന്തെങ്കിലും സഹായത്തിന് കിട്ടിയിരുന്നെങ്കിൽ. ശിവയ്ക്ക് സഹായിയോ? എന്റെ പിള്ളേരും ശിവയും തമ്മിലൊന്നും ചേരില്ല. അവന്മാരെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാകും. അത് വലുതാകുമ്പോൾ ചന്ദ്രുവിന്റെ തലവേദന കൂടും. ഈ ഒരു തലയല്ലേ ഉള്ളൂ, അതിനെ അങ്ങനെ വേദനിപ്പിക്കാൻ വയ്യ ശിവ. ശിവ, നീ പോയി ഗീവർഗീസിനെയും പൈതൽ മേരിയും ഇപ്പൊ തന്നെ കാണണം. എത്രയും വേഗം ആശുപത്രി പരിസരത്ത് എത്തിക്കുകയോ എത്താൻ പറയുകയോ വേണം. ചന്ദ്രുഭായി നേരിട്ടൊന്ന് പറയണം. എനിക്ക് അതിന് രണ്ടിനെ വിശ്വാസമില്ല. ചിലപ്പോ കാശ് വാങ്ങിച്ച് മുങ്ങിക്കളയും. ഫ്രോഡ് കേസുകളാണേ. ആകെ ഭയമുള്ളത് ഭായ മാത്രമാ. അവരോട് എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞാൽ മതി. വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ശരി, എന്നാ ശിവ കിട്ടോ? ഓക്കെ മാഡം, ശരി. ചന്ദ്രുവേട്ടാ, ഞാനും വീട്ടിലേക്ക് പോവുക. ഈ അവസ്ഥയിൽ കൂടുതൽ സമയം പുറത്ത് നിൽക്കുന്നില്ല. കുട്ടിമണി വീണതിന്റെ ബാക്കി എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ വയലൂരത്ത് എത്തിയിട്ട് ചന്ദ്രുവേട്ടനെ വിളിക്കാം. ശരി. ഇപ്പൊ വരുമെന്നല്ലേ പറഞ്ഞത്? മതികല മാഡം വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മാഡം, കുട്ടിമണിയായിട്ട് അവിടുന്ന് വണ്ടി പുറപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞു. അവര് വരേണ്ട സമയമായല്ലോ. ഇപ്പൊ എത്തും മാഡം. ആ, അവര് തന്നെ മാഡം. ഒരു സ്ട്രെച്ചർ പ്ലീസ്. സിസ്റ്ററെ,
സിജ എന്താ എന്ത് പറ്റി? ബാലട്ട കുട്ടിമണി ഊഞ്ഞാലിൽ നിന്ന് വീണു. എന്റെ ദൈവമേ, ഈ അവസ്ഥയിൽ അവളെ ഊഞ്ഞാലെ കയറ്റിയത് എന്തിനാ? ബാലട്ടിന് അറിയാലോ അവളുടെ സ്വഭാവം. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാ പിന്നെ അതിന് മാറ്റമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കുളിമുറിയിലായിരുന്നു. എന്റെ കണ്ണ് തെറ്റിയ പാടെ ചാടി കയറിയതാ ഊഞ്ഞാലിൽ. നിലവിളി കേട്ടാ ഞാൻ ഓടിച്ചെന്നത്. ആ ഊഞ്ഞാൽ ആരും അറുത്തു വെച്ചാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് ബാലട്ട. ഊഞ്ഞാൽ അറുത്തു വെച്ചോ? അതെ, കുട്ടിമണിയെ വീഴ്ത്താനായിട്ട് തന്നെ. സത്യം പറയാലോ, എനിക്ക് സംശയം കലയെടുത്തിയ തന്നെയാ. നിങ്ങൾ 3 മണിയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ അതെ ഡോക്ടർ. ആ കുട്ടിയുടെ നില ഇത്തിരി ക്രിട്ടിക്കലാണ്. ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ അമ്മ, അതാ പൊസിഷൻ. അയ്യോ ഡോക്ടർ. എന്നുവെച്ച് നിങ്ങൾ പേടിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. എന്ത് കാര്യങ്ങളും കരുതിയിരിക്കാനാ. ചിലപ്പോ ഉടനെ സിസേറിയൻ വേണ്ടി വന്നേക്കും. ബാലട്ട, ദാ ഈ മെഡിസിൻ ഫാർമസിയിൽ നിന്ന് വാങ്ങണം ഉടൻ തന്നെ. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ആഹാ, എന്താണ് രവി സാറ് അപകടം നടന്ന സ്പോട്ട് പരിശോധിക്കുവാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് നല്ല നല്ല ചീത്ത പറയാൻ തോന്നുന്നു. നിങ്ങളുടെ മട്ടും ഭാവമൊക്കെ അതല്ലേ? വലിയ CBI ഓഫീസറെ കൂട്ടി സ്ഥല പരിശോധന. ഈ ഡമ്മി വല്ലതും വേണോ? അപകടം എങ്ങനെയാ നടന്നതെന്നറിയാൻ. ബുദ്ധിയുള്ളവന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യം മനസ്സിലാവും. അതിനെ ഡമ്മിയും ഡുമ്മിയും ഒന്നും വേണ്ട. ബുദ്ധിമാൻ എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചെന്ന് പറയണം. അതായത് ഈ മഹാബുദ്ധിമാന്റെ നോട്ടത്തിൽ ഈ അപകടം എങ്ങനെ സംഭവിച്ചതാവാനാ സാധ്യത? അതിനിത് അപകടമല്ലല്ലോ, ആസൂത്രിതമായൊരു കൊലപാതക ശ്രമമല്ലേ ഇവിടെ നടന്നത്. ഭയങ്കരം. ഊഞ്ഞാല് പൊട്ടിച്ച് ആളെ കൊല്ലാൻ നോക്കിയെന്ന്. എനിക്ക് വയ്യ, എന്നെ ചിരിപ്പിച്ച് കൊല്ലും. നീ ചിരിക്കുന്നോ? ഊഞ്ഞാലിന്റെ കയർ അറുത്ത് വെച്ചിരിക്കുന്നത് കണ്ടാ മനസ്സിലാവില്ല എന്ന് കരുതോടി. ദേ, നിങ്ങൾ എന്നോട് ചാടാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നുമല്ലോ ഞാനാണ് കയററുത്ത് വെച്ചതെന്ന്. പിന്നെ ഇത് ആര് ചെയ്യാനാ? കുട്ടിമണിയെ കൊല്ലാൻ നടക്കുന്നവളല്ലാടി നീ. ദേ, ഊഞ്ഞാല് പൊട്ടിച്ചത് എന്റെ തലയിൽ വെച്ചേട്ടാ നോക്കരുത് കേട്ടോ. എന്റെ കാറിലാ നിങ്ങളുടെ അനിയത്തെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയത്. അതറിയാമോ നിങ്ങക്ക്? അതെ, ഞാൻ കാണിച്ചില്ലെങ്കിലേ കാണായിരുന്നു. ഇപ്പൊ ഇവിടെ പച്ചപ്പന്തല് കെട്ടിയേനെ. വലിയ മഹാമനസ്കതയുടെ കാര്യമൊന്നും നീ പറയണ്ട. കയർ അവസാനം നിന്റെ കഴുത്തൽ കുടുങ്ങുമെന്ന് കണ്ടിട്ടാവും നീ വണ്ടി കൊടുത്തു വിട്ടത്. ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ കണക്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാ പിന്നെ നിങ്ങൾ ആ കയറ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അല്ല പിന്നെ. ഹലോ, ചന്ദ്രുവേട്ടനെ ഒന്ന് കാണണം ഉടൻ. എത്രയായി? 50 രൂപ. നമസ്കാരം സാറേ. നമസ്കാരം. മതികല മാഡം പറഞ്ഞു സാറിന് വന്ന് കാണണമെന്ന്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ സീതയും കുട്ടിമണിയും ഒരുമിച്ച് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അറിഞ്ഞു സാറേ. ഇനി ചെയ്യേണ്ട എന്താണെന്ന് സാറ് പറഞ്ഞു തന്നാ മതി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നേഴ്സ് സുവർണ അവിടുന്ന് കൊച്ചിനെ എടുത്ത് നിങ്ങളുടെ കൈ തരും. അതിനെയും കൊണ്ട് പൊയ്ക്കോണം. ബാക്കി ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. സാറും മാഡവും പറയുന്ന എന്താണോ അത് ഞങ്ങൾ അങ്ങ് ചെയ്യും. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഇത്തരം അണ്ടർഹാൻഡ് ബിസിനസ് ചെയ്യുന്നവർക്കിടയിൽ പരസ്പര വിശ്വാസം, അതാണ് ബോണ്ട്. അതുകൊണ്ട് ആദ്യമേ പറയുകയാണ്, നിങ്ങൾ പല ലെവലിലുള്ളവരുമായിട്ടും ബിസിനസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതുപോലല്ല ചന്ദ്രു.
ഗീവർഗീസേ, തീപ്പട്ടിയുടെ 2 വശത്തുരച്ചാലേ കത്തുള്ളൂ. പക്ഷേ ചന്ദ്രുവിൻ്റെ എവിടെ തൊട്ടാലും കത്തും. ഹൈലി ഇൻഫ്ലേമബിളാ. അതുകൊണ്ട് ഇതിനകത്തൊരു ചതിയോ ഒരു മറുകണ്ഠൻ ചാടലോ ഉണ്ടായാൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല സാറേ. ഞങ്ങൾ ഒരിക്കലും ചതിക്കത്തില്ല. ഞാൻ പറഞ്ഞു തീരട്ട് ചേടത്തി. എന്നെ ചതിക്കാനോ എന്നെ വെട്ടി മുന്നോട്ട് പോകാനോ ശ്രമിച്ചാൽ വീട്ടിൽ അത്യാവശ്യത്തിന് വെട്ടിയെടുക്കാൻ ഒരു മാവൊക്കെ കാണുമല്ലോ അല്ലേ? അല്ല, കത്തിക്കാൻ പുറത്തുനിന്ന് വിറക് കൊണ്ടുവരണ്ടല്ലോ എന്നോർത്തിട്ടാ. പുണ്യാളനാണ് സത്യം. ഞങ്ങൾ ചതിക്കത്തില്ല. സാറിന്റെ കൂടെ ഉണ്ടാവും ഞങ്ങള്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വിട്ടോ. ആശുപത്രിയുടെ അടുത്ത് എവിടെയെങ്കിലും നിന്നാൽ മതി കേട്ടോ. ഏത് നിമിഷവും വിളി വരും. ശരി സാറേ. വണ്ടി എടുക്കും. എന്തായാലും ഇതുവരെ നീ കരുതിയതുപോലെ തന്നെ നടന്നു. ഇനി എന്താ നിന്റെ പദ്ധതി? ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ, കുട്ടിമണിക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടും. സീതേടത്തേക്ക് സീതേടത്തിയുടെ കുഞ്ഞിനെയും. പക്ഷേ സീതേടത്തേക്ക് ഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യമുണ്ട്. വളർത്താൻ ഒരു കുഞ്ഞിനെ കിട്ടും. അത് പക്ഷേ കുട്ടിമണി പ്രസവിച്ച കുഞ്ഞാണെന്നേ ഉള്ളൂ. പൊട്ടിക്കെന്തിനാടി കുഞ്ഞ്? ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന സീതേടത്തിയുടെ കുഞ്ഞിന്റെ പേരിടുന്ന ദിവസം ഞാനൊരു ബോംബ് പൊട്ടിക്കും. എന്താ നീ ഉദ്ദേശിക്കുന്നത്? സീതേടത്തിയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ അവരെ ചലഞ്ച് ചെയ്യും. മോളെ, നീ കരുതുന്ന പോലെ കാര്യങ്ങൾ നടക്കുമോ? ഒരു കാര്യത്തിലേ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിമണിയെയും സീതേടത്തെയും ഒരുമിച്ച് എങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിട്ടുമെന്ന്. അത് നടന്നു. അതിന് ദൈവം എന്റെ കൂടെ നിന്നു. അതിനൊറ്റ അർത്ഥേ ഉള്ളൂ, ഇത് മതികലയുടെ വിജയകാലമാണെന്ന്. എന്നാലും നീ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാം സൂക്ഷിച്ചു ചെയ്യാൻ എനിക്കറിയാമേ. സീതേടത്തിയുടെയും കുട്ടിമണിയുടെയും കുഞ്ഞുങ്ങളുടെ രഹസ്യങ്ങൾ എന്റെ മനസ്സിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി ഞാൻ കരുതി വെക്കും. വേണ്ട സമയത്ത് അത് സീതേടത്തിയുടെയും മനസ്സിജന്റെയും കുട്ടിമണിയുടെയും നേർക്ക് ഞാൻ പ്രയോഗിക്കും. കുഞ്ഞുങ്ങളുടെ മേലുള്ള അവകാശ തർക്കത്തിൽ അവർ പരസ്പരം തല തല്ലി ചോര ചിന്തുന്നത് ഞാൻ കാണും. ആ ചോര ഊറ്റി കുടിക്കാൻ ഞാൻ ഉണ്ടാവും. മോളെ, നീ എങ്ങോട്ടാ ഇപ്പോ? ആശുപത്രിയിലേക്ക്. അവിടെ കുറച്ച് ജോലിയുണ്ട് എനിക്ക്. ബാലേട്ട, എനിക്ക് വല്ലാതെ പേടിയാവുന്നു ബാലേട്ട. സിജ, നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാനും സിജിന്റെ അതേ മാനസികാവസ്ഥയിലാണ്. അതല്ല ബാലേട്ട, കുട്ടിമണിക്ക് ഒരു അസ്വസ്ഥതയും തോന്നിയിട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഊഞ്ഞാലിന്ന് വീണിട്ടല്ലേ. വീഴ്ചയിൽ അവക്കും കുഞ്ഞിനും എന്തെങ്കിലും. ഒന്നും സംഭവിക്കത്തില്ല. എനിക്കിപ്പോൾ സിജിന് തരാനുള്ളത് ഡോക്ടർ എനിക്ക് തന്ന ഉപദേശം. നന്നായി പ്രാർത്ഥിക്കും. പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. പക്ഷേ കുട്ടിമണി ഊഞ്ഞാലിൽ നിന്ന് വീണത് എങ്ങനെയാ? ഊഞ്ഞാലിൽ നിന്ന് വീണെന്ന് പറഞ്ഞ കയററുത്തു വെച്ചിരുന്നു. അതാരാണ് ചെയ്തതെന്ന് വ്യക്തമല്ലേ. ഇപ്പോ അതിന് പകരം ചോദിക്കാനുള്ള സമയമല്ലല്ലോ. ഇപ്പോ കുട്ടിമണിയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ മാത്രമാണ് എൻ്റെ മനസ്സിൽ. അതിന് ദൈവങ്ങളോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാ ഞാൻ. അത് കഴിഞ്ഞ് ബാക്കി. സിജൻ തൽക്കാലം ഒന്നും ചിന്തിക്കണ്ട. നമ്മളെ ദ്രോഹിക്കാൻ പിന്നാലെ ചിലർ നടക്കും. അതിനൊക്കെ തിരിഞ്ഞു നിന്ന് മറുപടി പറയാൻ പോയാൽ നമ്മുടെ സമയം നഷ്ടമാവും. ഓടി ലക്ഷ്യത്തിലെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മനസ്സിനെയും ബാലചന്ദ്രനെയും ഡോക്ടർ വിളിക്കുന്നു. ഏത് ഡോക്ടർ സിസ്റ്ററെ? മുന്താസ് ഡോക്ടർ. അവരാണ് രണ്ടുപേരെ നോക്കുന്നത്. ഡോക്ടർ ക്യാബിനിലുണ്ട്. വരൂ. ആ ബാലേട്ട.
ഞാൻ ഏറ്റിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഡോൺ വറി മാഡം. ഓക്കെ. വിളിക്കാം മാഡം. മാഡം, ബാലചന്ദ്രനും മനസ്സജനും വരാൻ പറയൂ. വരൂ. നമസ്കാരം. ഇരിക്കൂ. നിങ്ങൾ രണ്ടുപേരുടെ മുഖം കണ്ടാ തോന്നുവല്ലോ എന്തോ വലിയ ദുരന്തം നടന്നെന്ന്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നത്? അതല്ല ഡോക്ടറെ, കുട്ടിമണിക്ക് എന്തെങ്കിലും. സീതയ്ക്ക് രണ്ടുപേരും കൊള്ളാം. രണ്ടുപേർക്കും അവരവരുടെ ഭാര്യമാരെ പറ്റിയും കുഞ്ഞിനെ പറ്റിയും ഒരേ ആധി. അപ്പോ കാര്യങ്ങൾ ഞാനങ്ങ് തുറന്നു പറയാം. അതെ, ഒരു പ്രസവത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിന്റെ പെയിനിനു വേണ്ടി കാത്തിരിക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ രണ്ടുപേർക്കും കോംപ്ലിക്കേറ്റഡാ. അയ്യോ, അങ്ങനെ പേടിക്കാതെ ബാല, ഞാൻ പറയട്ടെ. അപ്പോ കുട്ടിമണിക്കും സീതയ്ക്കും സിസേറിയൻ വേണം. അവരെ തിയേറ്ററിലേക്ക് മാറ്റുകയാ. അത് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. അത് മാഡം എന്തെങ്കിലും. എന്താ മനസ്സിജ, ഇന്നത്തെ കാലത്ത് സിസേറിയൻ എന്ന് പറഞ്ഞ ഒരു കുഴിനകം പറിച്ച് കളയുന്നതിനേക്കാൾ ലാഘവമായിട്ടുള്ള കാര്യമല്ലേ? ചെന്ന് നഴ്സിംഗ് സൂപ്രണ്ടിനെ കണ്ടാ മതി. 1-2 പേപ്പർ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ബ്ലഡ് കൊടുക്കുന്നവരെ അറേഞ്ച് ചെയ്ത് നിർത്തുകയും വേണം. കുറച്ച് റിസ്ക് ഫാക്ടറുണ്ട്, അത് മനസ്സിൽ വെക്കുക. എന്നുവെച്ച് ടെൻഷൻ അടിച്ച് മരിക്കുകയൊന്നും വേണ്ട. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അമ്മമാരുടെ കാര്യത്തിലും ഞങ്ങൾക്ക് ഇത്തിരി ടെൻഷനുണ്ട്. അതുകൊണ്ടാ സിസേറിയനിലേക്ക് പോകുന്നത്. ഡോക്ടർ, ഇങ്ങനെ ഞെട്ടിപ്പകച്ചിരിക്കുകയൊന്നും വേണ്ട. ചെന്ന് സൈൻ ചെയ്ത് കൊടുക്കൂ. ശരി ഡോക്ടർ. ഹലോ മതികല മാഡം, ഞാനാ മുന്താസ്. എല്ലാം ഓക്കെ, ഡൺ. ബാലേട്ട, ഞാൻ പോവാ. എന്നോട് ദേഷ്യപ്പെടല്ലേ ബാലേട്ട. സീതേ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ബാലേട്ടനെ ഒരുപാട് സങ്കടപ്പെടുത്തി. ബാലേട്ടന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരുന്നു. എല്ലാ ചോദ്യങ്ങളിലെ ഉത്തരം സീതയുടെ മരണത്തോടെ കിട്ടും. നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയില്ല സീതേ. എല്ലാം എനിക്കറിയാം. നീ ധൈര്യമായിട്ട് ചെല്ല്. ബാലേട്ടൻ പുറത്തുണ്ടാവും. കുട്ടു, നിങ്ങൾ പ്രാർത്ഥിക്ക്, നല്ലതിനു വേണ്ടി. എന്റെ കുട്ടു. സിജ, വിഷമിക്കാതെ. ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമായിട്ടിരിക്കും. ആ മാഡം, ഞാൻ പുറത്തെത്തി. എങ്ങോട്ടാ വരേണ്ടത്? പുറത്ത് ഞങ്ങളെ കണ്ട മറ്റു പലരും ശ്രദ്ധിക്കും. നീ ആശുപത്രിയുടെ മുകളിലോട്ട് കയറി. മുകളിലോട്ടെന്ന് പറഞ്ഞ? മുകളിലോട്ടെന്ന് പറഞ്ഞ ആകാശത്തേക്ക്, ടെറസിലേക്ക് കയറി വാടി. ഞാനിപ്പോ വരാം മാഡം. എന്തായടി അപ്ഡേറ്റ്സ്? രണ്ടാളും തിയേറ്ററിലാണ് മാഡം. എപ്പോഴേക്കാവും അത്ഭുത ശിശുക്കളുടെ പിറവി? സിസേറിയൻ ഉടൻ തന്നെ തുടങ്ങും. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ? അതോ അവസാനം നിന്റെ ഡോക്ടറുടെയും കൈ വറയ്ക്കൂ?
മതികല മാഡം പറയുന്ന എന്താന്ന് വെച്ചാ അതുപോലെ ചെയ്തോളണം. സത്യമായിട്ടും പേടിയുണ്ട്. എന്നാലും ഒരെന്നാലും ഇല്ല. മോള് വന്നേ, വാ. ദാ ആ ഇടത് കൈ ഒന്ന് ഇട്ടിക്കേ. നോക്ക് മോളെ, ഇതാണ് ആയുർരേഖ. ഇതിങ്ങനെ നീണ്ടു കിടക്കുക. ഇപ്പോൾ മോളായിട്ടിത് പാതി വഴിക്ക് മുറിച്ച് കളയരുത്. പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ മോളെ ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തല കീഴായിട്ട് താഴോട്ട് കളയും. ഭൂമിയിലെ മാലാഖയെ സ്വർഗത്തിലെ മാലാഖമാരുടെ അടുത്തോട്ട് അയക്കാൻ എന്റെ വകയൊരു ഫ്രീ പാസ്. അയ്യോ, കരഞ്ഞാൽ എനിക്ക് പിന്നെയും ചിരി വരും. ചിരിപ്പിച്ചേ എന്റെ ആയുസിനെ കൂട്ടിത്തരല്ലേ. നിന്റെ വീടിന് പുറത്ത് ഒരു വണ്ടി കിടപ്പുണ്ട്. ഞങ്ങളുടെ ആൾക്കാരാ. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തില്ലെങ്കിൽ കൂടെ നിന്നിട്ട് അവസാനം കാലു മാറിയ നീ വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേ അമ്മയും 2 അനിയത്തിമാരും കഴുത്തിൽ കുരുക്കിട്ട് ഉത്തരത്തിൽ ഊഞ്ഞാലാടുന്നത് കാണാം. ഇല്ല മാഡം, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. എന്റെ അമ്മയും അനുജത്തിമാരെ ഒന്നും ചെയ്യരുത്. മിടുക്കി. പെൺകുട്ടികളായ ഇങ്ങനെ വേണം, അനുസരണ. അതാണ് പെൺകുട്ടികളുടെ ആഭരണം. എന്നാ പിന്നെ മോള് ചെല്ല. മതികല മാഡം, 2 സിസേറിയനും കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ സീതയുടെ കുഞ്ഞിനെ ഇപ്പൊ തന്നെ കൈമാറും. കുട്ടിമണിയുടെ കുഞ്ഞിനെ സീതയുടെ അടുത്തും കിടത്തും. പ്രശ്നമൊന്നും വരാതെ മാഡം നോക്കിക്കോണം. ഞാൻ നോക്കിക്കോളാം. പിന്നെ കുട്ടിമണിക്ക് പിറന്ന കുഞ്ഞ് മരിച്ചുവെന്നും ഞാൻ പറയും. ഇല്ലില്ല, വെളുപ്പങ്കാലത്തെ പറയൂ. കുഞ്ഞിന്റെ ബോഡി തിരക്കില്ലേ അവര്? കൊടുത്തുവിടാൻ ഒരു കുഞ്ഞിന്റെ ശവം വേണം. അതിനും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. മാഡം, മെഡിക്കൽ എത്തിക്സിന് ചേരുന്നതൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. അക്കൗണ്ടിലെ കാശ് വന്ന് വീഴുന്നത് എടുക്കുന്നതില് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതോ കുറ്റബോധം കൊണ്ട് മഹാത്മാഗാന്ധിയുടെ മുഖത്ത് നോക്കാൻ വയ്യാന്ന് പറഞ്ഞ് കാശ് വേണ്ടെന്ന് പറയൂ? അയ്യോ മാഡം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടുതലൊന്നും പണയണ്ട. നിന്ന് സമയം കളയാതെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. പുറത്തെന്റെ ആളുകളുണ്ട്. ഞാൻ പുറത്തൊന്നും പോകത്തില്ല. നിങ്ങൾ അകത്ത് തന്നെ ഇരുന്നാ മതി. സുവർണയ്ക്കറിയാം അവരെ. കുഞ്ഞിനെ അവൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചോളൂ. പിന്നെ ഡോക്ടർ ഒരു കാര്യം കൂടി ചെയ്യണം. സുവർണ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന വഴിക്കുള്ള CCTV ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണം. അയ്യോ, ഞാനതെങ്ങനെ? എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാ. വേണമെങ്കിൽ മതി. എന്നാ ശരി, വെച്ചോ. സുവർണേ, തിയേറ്ററിൽ നിന്ന് മിനിയും ജാസ്മിനും പോയോ? അവര് ക്യാൻറ്റീനിലേക്ക് പോയി. ഞാൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് വരുവാ. ആ, എന്നാ വേഗം വാ. പുറത്ത് OP ബ്ലോക്കിന്റെ പിന്നിലായിട്ട് വണ്ടിയിൽ ആളുകളുണ്ട്. ഉവ്വ്, മതികല മാഡം വിളിച്ചിരുന്നു. ഞാനിന്ന് കുഞ്ഞിനെ കൊണ്ട് കൊടുക്കട്ടെ. ഗതികേട് കൊണ്ട് പെട്ടുപോയതാ ഡോക്ടറെ. പക്ഷേ കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവസാന നിമിഷം നീ ഇങ്ങനെ പറഞ്ഞ് എന്നെ കൂടി വിഷമിപ്പിക്കാതെ കൊണ്ടുപോയിക്കോ. ഇതിന്റെ മുഖം ഒരുപാട് നേരം കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ. നാളെ പ്രശ്നമൊന്നും വരത്തില്ലായിരിക്കും അല്ലേ ഡോക്ടർ? വരാതെ നമ്മൾ സൂക്ഷിക്കണം. നിന്റെ വായിൽ നിന്ന് ഒന്നും അറിയാതെ പോലും പുറത്തു വരരുത്. പുറത്ത് ആരെങ്കിലും ഇതറിഞ്ഞ ആത്മഹത്യ ചെയ്യേണ്ടി വരും നമ്മള്. ഞാനായിട്ടൊന്നും പറയില്ല. പക്ഷെ മിനിയോ ജാസ്മിനോ എന്തിനും ചോദിച്ചാ അവളുമാരോട് എന്തെങ്കിലും ന്യായം ഞാൻ പറഞ്ഞോളാം. ആ മനസ്സജനും കൂട്ടരും കുഞ്ഞിന്റെ ബോഡി കാണുമെന്ന് പറയത്തില്ലേ ഡോക്ടർ? ജീവനോട് പിറന്നു വീഴുന്ന കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുന്നവരവര്. അവരൊരിക്കലും മരിച്ച കുഞ്ഞിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോ വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ? അതിനൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നീ തൽക്കാലം ഇതിനെ കൊണ്ട് പോ. ശരി ഡോക്ടർ. ആ, സൂക്ഷിച്ചു വേണം. വഴിക്ക് വെച്ച് ആരെങ്കിലും ചോദിച്ചാൽ കുഞ്ഞിനെ CCUവിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞാൽ മതി. ശരി ഡോക്ടർ.
മതികല മാഡം എന്തെങ്കിലും കാര്യം കാണും, അല്ലാതെ മാഡം വിളിക്കത്തില്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ മാഡം. എന്താ ശിവ, കുട്ടിയും കൊണ്ട് അവള് വന്നോ? ഇല്ല മാഡം, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രോബ്ലവും ഇല്ല. കുട്ടിയും കൊണ്ട് അവര് പുറത്തേക്ക് വന്നിട്ടുണ്ട്. റെഡിയായിട്ട് തന്നെ നിന്നോണം. അധിക നേരം നിന്ന് സമയം കളയരുത്. കുട്ടിയും കൊണ്ട് അവള് വന്നാലുടൻ മേരിയെയും ഗീവർഗീസിനെയും ഏൽപ്പിക്കുക. ഓക്കെ. അവര് പൊയ്ക്കോളും. ശിവ, എന്നിട്ട് കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. എന്ത് ചെയ്യുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലായോ? ഞാൻ അതുപോലെ ചെയ്തോളാം. മാഡം ധൈര്യമായിട്ടിരിക്കേ. ഇപ്പൊ എനിക്ക് ധൈര്യമൊക്കെ ഇരട്ടിയായടാ. ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഇരട്ടിയുടെ ഇരട്ടിയായി. മതികല ഇപ്പൊ ജയിച്ച് നിൽക്കുകയല്ലേ. അപ്പൊ ശരി, പറഞ്ഞ പോലെ. മാഡം കുഞ്ഞിനെ കിട്ടിയോണ്ടേ നിങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങള് പൊയ്ക്കോളാം സാറേ. സാറ് ധൈര്യമായിട്ടിരിക്കേ അല്ലേ അച്ചായ? പിന്നല്ലാതെ. ഒന്ന് പെട്ടെന്ന് വാ. നീ എന്നതാ കൊച്ചെ നിന്ന് തത്തി കളിക്കുന്നേ? കൊച്ചിന് ഇങ്ങോട്ട് താ. എന്റെ ചേച്ചി, ഇത് നാളെ ഒരു പ്രശ്നമാവരുത്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. ഇതിന്റെ പാട് നോക്ക്. നിങ്ങളിന്ന് കഥ പറയാതെ പോവാൻ നോക്ക്. ചേച്ചി, ഞാൻ പറഞ്ഞത് മറക്കല്ലേ. നീ പോവച്ചേ, പോയി കഞ്ഞിയും കുടിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. കേറ്, പെട്ടെന്ന് കേറ്. നിനക്കുള്ള കാശ് നാളെ അക്കൗണ്ടിൽ വരും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. മാഡത്തിനെ വിളിക്കണ്ട. ഓക്കോ. ആ മാഡം, ഒരു കൊച്ചിനെ കൊണ്ടുപോയി. ആ, ഒരകലോട്ട് ഞാൻ പിന്നാലെ കാണും. എന്നമ്മാ ഇത്? തൂക്കം വരുതുന്നാ, പോയി കിടന്ന് ഉറങ്ങാം. പിന്നെ അല്ലാതെ ചുമ്മാ തൂങ്ങിക്കൊണ്ട് നിൽക്കല്ലേ മരത്തിലെ മൂങ്ങ കണക്കെ. നിങ്ങൾ ചുമ്മാ എന്നെ കളിയാക്കാൻ വരരുത് കേട്ടോ. ആശുപത്രിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. അമ്മ മരക്കൊമ്പേ മൂങ്ങ ഇരിക്കുന്നു പോലും. നിങ്ങളുടെ മോന്ത കണ്ടാൽ ആനമൈക്ക് കുടിച്ച് ആടിനെ പോലെ. എന്റെ അമ്മ,
அந்த மேட்டர் விடு. பெரியப்பா ஒரு ஜோக்கு പറഞ്ഞതല്ലേ? അങ്ങനെ എന്നെ വെച്ച് ഇങ്ങനെ വലിയതായിട്ട് ജോക്കണ്ട. ഒരു ജോക്കർ വന്നേക്കുന്നു. ഞാൻ തൂങ്ങുന്ന പോലും ഇങ്ങാരുടെ കഴുത്തിലാണോ ഞാൻ തൂങ്ങിയത്? അല്ലല്ലോ. വിക്രമാദിത്യന്റെ കഴുത്തിൽ വേതാളം തൂങ്ങിയതുപോലെ പണ്ടൊന്ന് തൂങ്ങിയതല്ലേ? ഓ പെரியപ്പാ ഒന്ന് നിർത്ത്. പുലർച്ചെ തന്നെ രണ്ടുപേരും നല്ല ഫോമിലാണല്ലോ ബാലേട്ട. 6ഉം 4ഉം തന്നെയാണല്ലോ പറത്തുന്നത്. അതങ്ങനെ സംസാരിക്കുമ്പോൾ രണ്ടുപേരും മെഷീൻ ഗണ്ണ് പോലെ നിൽക്കും. എന്നതാടാ നീയൊക്കെ രണ്ടും കുനിഞ്ഞിരുന്ന് പൊറുപുറുക്കുന്നത്? ആ ബാലേട്ട, ഇപ്പൊ നമ്മളോടായി ആക്രമണം. അമ്മ ഇവങ്ക രണ്ടുപേരും അപ്പന്മാരാവാൻ പോവല്ലേ? അതിന്റെ കമയാ. ആൺകൊച്ചുങ്ങളാവാൻ പ്രാർത്ഥിക്കണടാ. അയ്യോ, എനിക്ക് ഞങ്ങളുടെ കുഞ്ഞുമണി മതിയേ. അതെന്നാ എന്നാ പെങ്കൊച്ചായാലും എന്താ കുഴപ്പം? പെങ്കൊച്ചാണെന്ന് പറഞ്ഞ് നീ ജനിച്ചപ്പോ നിന്നെ ആരും കെറ്റിലോട്ട് എറിഞ്ഞ് കൊന്നില്ലല്ലോ. അതല്ലേ നീ ഇപ്പോ ജലിച്ചോണ്ടിരിക്കുന്നത്. അമ്മ കുഴന്ത ആണാനാലും പൊണ്ണാനാലും കടവുൾ തരത് നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. ദൈവത്തിന്റെ തോട്ടത്തിലെ പൂക്കളാണ് കുഞ്ഞുങ്ങളെന്നാ പറയുന്നത്. നമ്മൾ അവരുടെ നോട്ടക്കാര് മാത്രം. പെങ്കൊച്ചുങ്ങളായ ഇതുങ്ങൾ രണ്ട് ഇപ്പോഴേ സമ്പാദിച്ചു തുടങ്ങണ്ടേ? പിന്നെ ഇന്ന് പിറന്ന കുഞ്ഞെ നാളെ വളർന്ന് മറ്റന്നാ കെട്ടിച്ചു വിടാൻ പോവില്ലേ? ഒന്ന് പോടി. എന്റെ അമ്മ പൊമ്പളയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കരുത് പണ്ട് കാലം. നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും ഇത് രണ്ടുമാ മക്കൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യം. വിദ്യാഭ്യാസവും സംസ്കാരവും ഇത് രണ്ടുമായിട്ട് ഇവക്ക് എന്നാ കൊച്ചേ ബന്ധം? പെരിയപ്പാ വീൺ പേച്ച് പേസാத. അല്ല, ഞാൻ കാര്യമാ പറഞ്ഞത്. മഴ പെയ്തപ്പോ പോലും പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ ഇവള് കയറി നിന്നിട്ടില്ല. പണ്ടെങ്ങാനോ പട്ടി ഓടിച്ചിട്ട് കടിക്കാൻ വന്നപ്പോ ഒരു തവണ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മക്കളെ ഇങ്ങനെ വല്ല ഉറക്കമരുന്നും കുത്തിവെച്ച് വല്ലയിടത്തും കൊണ്ടുപോയി കടത്താൻ നോക്ക്. കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്റെ തല തിന്നാൻ വന്നിരിക്കുന്നു. ഞാൻ പഠിച്ചിട്ടില്ല പോലും. മാന്യമായിട്ട് 4ാം ക്ലാസ് വരെ പോയതാ ഞാൻ. നല്ലതുപോലെ പഠിക്കുകയും ചെയ്തു. പിന്നെ ആ സ്കൂളിലെ തന്നെ ഹെഡ് മാസ്റ്ററാക്കാൻ തീരുമാനിച്ചതാ. ഇവക്ക് താല്പര്യമില്ലാത്തോണ്ട് രണ്ടുപേർക്കും ഉറക്ക ഗുളിക കൊടുക്കേണ്ടി വരും. അമ്മാ പെരിയപ്പാ രണ്ട് കുഴന്തങ്ങളും ഒരേ ദിവസം ജനിച്ച ഒരേ ദിവസം തന്നെ പേര് വിളിച്ചടങ്ങ് നടത്താം. അതെ, രണ്ട് കുഴന്തകൾക്ക് ഞാനാ പേരിടുന്നത്. ഓ ഞാൻ സമ്മതിച്ചേ. അതെ, കുട്ടികളുടെ സമ്മതം കൂടെ മയിലമ്മ മേടിച്ചോണം. ആ അത് ഞാൻ ഏറ്റു. ബാലണ്ണനും കേട്ടല്ലോ. ഓ കേട്ടേ. മോളുടെ ഇഷ്ടം പോലെ ചെയ്തു. ആ ഞാനൊന്ന് രണ്ട് പേരുകൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. അത് കൊള്ളാലോ. പറഞ്ഞേ കേക്കട്ടെ. ഭാർഗവൻ എങ്ങനെയുണ്ട്? ഓ വലതുവശത്ത് ഒരു വള്ളിയിട്ട് ഭാർഗവി നാക്കാലോ. വേറെ പേര് പറ. ദാക്ഷായണി ആയാലോ? അത് തന്നെത്താനെ അങ്ങിട്ടാ മതി ആ പേര്. കൊച്ചിനിടാൻ പറ്റിയ ഒരു പേര്. ഞാൻ പറയാം ഒരു പേര്. ശരി പറയ്, അതും കൂടി കേക്കട്ടെ. അതെ, അപ്പച്ചീപ്പന്റെ കണ്ടെത്തൽ എന്താണെന്ന് കേക്കട്ടെ. മൈന. മൈന. മയിലെന്ന് വിളിക്കുന്നത് തന്നെ പാടുപെട്ടിട്ടാ. അതിലൂടെ മൈന. എല്ലാവർക്കും പറവകളുടെ പേരിടാൻ വയലോരം വീടനതാ പക്ഷി വളർത്തൽ കേന്ദ്രം. എന്തായാലും നീ പറഞ്ഞ പേരിനെക്കാളും ഒക്കെ നല്ലതാ. എന്നതാ ഞാൻ പറഞ്ഞ പേരിന് കുഴപ്പം? പെങ്കൊച്ചിന് ദാക്ഷായണി കുമാരി, ആൺകൊച്ചിന് ഭാർഗവകുമാർ. ഈ പേരിടുന്നതിലും നല്ലതേ കുഞ്ഞിനെ എക്സ് എന്നോ വൈ എന്നോ വിളിക്കുന്നതാ. തല വലിക്കത്. കുഞ്ഞുങ്ങളുടെ പേരിടാൻ ഇനിയും 10-27 ദിവസം ഉണ്ടല്ലോ. അതുവരെ കുഞ്ഞുമണിയും കുട്ടാപ്പവും. ഓക്കെ? അല്ലെങ്കിൽ പിന്നെ രാജുന്നും രാധേന്നും ഇട്ടാലോ? അത് കൊള്ളാം. രാഗിനി ഇവിടെ ഉണ്ടല്ലോ. കുട്ടൂസനും ഉണ്ട്. അതെനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആ പിന്നെ നേരം വെളുത്താൽ ഉടനെ 2 പാക്കറ്റ് മിഠായി വാങ്ങിച്ചു വെക്കണം. എല്ലാ മുറികളിലും കൊണ്ടു കൊടുക്കണം. വാങ്ങിക്കാം. അല്ലെങ്കിൽ ഡിലു വാങ്ങിച്ചാലും മതി. ഡിലു അതെന്നതാ? ഈ മഞ്ഞ നിറമുള്ള മധുരമുള്ള അത് ലഡു. കേട്ടില്ലേ? പിന്നെ ഒരക്ഷരം പറഞ്ഞ് ഇപ്പുറത്തോട്ട് വീണ് ഇത്ര കിളിക്കാനെന്തോ കിക്കിന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് മധുരം കൈപ്പാവത്തൊന്നുമില്ലല്ലോ. എന്നാച്ചു സിസ്റ്റർ, സിസേറിയൻ കഴിഞ്ഞോ? അത് ഞങ്ങളുടെ പെങ്കൊച്ചുങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? അത് എന്നതാ സിസ്റ്ററെ, എന്തെങ്കിലും കുഴപ്പം? എന്തെങ്കിലും ഒന്ന് പറയൂ സിസ്റ്റർ. എന്നതാ കൊച്ചേ? അത്
ഡോക്ടർ പറയും. എന്നാച്ചു ഡോക്ടർ? ഏതാ പ്രോബ്ലം? അത് എന്താ ഡോക്ടർ പറയേ പ്ലീസ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. സീതയ്ക്ക് ഒരു പെൺകുഞ്ഞു പിറന്നു. എന്റെ പരുത്തിക്കാവിലമ്മേ, നന്ദി. മുരുകാ. മോളെ, പക്ഷേ എന്താ ഡോക്ടർ? സീതയ്ക്ക് എന്തെങ്കിലും? പറയാൻ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്റെ കുട്ടിമണിക്ക് എന്തെങ്കിലും? കുട്ടിമണിക്ക് ഒന്നും സംഭവിച്ചില്ല മനസ്സിക. സിസേറിയൻ ഭംഗിയായി കഴിയുകയും ചെയ്തു. പെൺകുഞ്ഞു ആയിരുന്നു. പക്ഷേ കുഞ്ഞിനെ നമുക്ക് കിട്ടിയില്ല. കുഞ്ഞിനെ ദൈവം തിരിച്ചെടുത്തു. ഞങ്ങളുടെ കുഞ്ഞുമണി മരിച്ചെന്നോ? എന്നതാ ഡോക്ടറെ പറയുന്നേ?